ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ജനിതകശാസ്ത്രം. ജനിതകശാസ്ത്രം പാരമ്പര്യ സ്വഭാവങ്ങൾ, വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം. അതായത് ജനിതകശാസ്ത്രം എന്നാൽ പാരമ്പര്യമായി കിട്ടുന്ന സ്വഭാവങ്ങൾ, വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ജെനറ്റിക്സ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം ബേറ്റ്സൺ. വില്യം ബേറ്റ്സൺ ആണ് ജെനറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ. ഗ്രിഗർ മെൻഡൽ വർഗീകരണ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ച ചെടി പയർ ചെടി. ഗ്രിഗർ മെൻഡൽ ജനിതകശാസ്ത്ര സംബന്ധമായ പരീക്ഷണങ്ങൾ നടത്തിയ ചെടി പയർ ചെടി. പയർ ചെടികളിൽ ഗ്രിഗർ മെൻഡൽ പരീക്ഷണം നടത്തിയപ്പോൾ മോണോഹൈബ്രിഡ് റേഷ്യോ, ഡൈഹൈബ്രിഡ് റേഷ്യോ എന്നിങ്ങനെ ലഭിച്ചതായി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മോണോഹൈബ്രിഡ് റേഷ്യോ ആണ് 3:1. 3:1. ഡൈഹൈബ്രിഡ് റേഷ്യോ 9:3:3:1. 9:3:3:1. ഗ്രിഗർ മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1866. 1866 ഗ്രിഗർ മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. ക്രോമസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് DNA-യും മാംസ്യവും കൊണ്ടാണ്. ക്രോമസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് DNA-യും മാംസ്യവും കൊണ്ട്. ജനറ്റിക് മെറ്റീരിയൽ എന്നറിയപ്പെടുന്നത് ജനറ്റിക് മെറ്റീരിയൽ DNA. ജനറ്റിക് മെറ്റീരിയൽ എന്നറിയപ്പെടുന്നത് DNA ആണ്. പാരമ്പര്യ സ്വഭാവവാഹകർ എന്നറിയപ്പെടുന്നത് ജീനുകൾ. പാരമ്പര്യ സ്വഭാവവാഹകർ ജീനുകൾ. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നതും ജീനുകളാണ്. പാരമ്പര്യ സ്വഭാവവാഹകർ, ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ജീനുകൾ. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് DNA, RNA. 2 തരം ന്യൂക്ലിക് ആസിഡുകൾ DNA, RNA. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം DNA ആണ്. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകമാണ് DNA. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോമുകൾ കാണപ്പെടുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്ന ക്രോമസോമാണ് സ്വരൂപ ക്രോമസോം അല്ലെങ്കിൽ ഓട്ടോസോം. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്ന ക്രോമസോം സ്വരൂപ ക്രോമസോം. സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 44. 44 സ്വരൂപ ക്രോമസോമുകൾ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നു. 1 മുതൽ 44 വരെയുള്ള ക്രോമസോമുകളാണ് സ്വരൂപ ക്രോമസോമുകൾ. ലിംഗം നിർണ്ണയിക്കുന്ന ക്രോമസോമുകളാണ് ലിംഗ ക്രോമസോമുകൾ അല്ലെങ്കിൽ അലോസോം. ലിംഗ ക്രോമസോമുകൾ X, Y എന്നിവയാണ്. 45, 46 കാണപ്പെടുന്നതാണ് ലിംഗ ക്രോമസോമുകൾ. ലിംഗ ക്രോമസോമുകൾ X, Y. പുരുഷനിലെ ലിംഗ ക്രോമസോം XY. സ്ത്രീകളിലാകുമ്പോൾ അത് XX. സ്ത്രീയുടെ ജനിതക ഘടന 44+XX. പുരുഷന്മാരുടെ ജനിതക ഘടന 44+XY. DNA-യുടെ ആകൃതി ചുറ്റുഗോവണി ആകൃതി. DNA-യുടെ ആകൃതി ചുറ്റുഗോവണി അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ്. DNA കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോഹാൻ ഫ്രെഡറിക് വിഷർ. ജോഹാൻ ഫ്രെഡറിക് വിഷർ ആണ് DNA കണ്ടെത്തിയത്. DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നിവരാണ്. DNA-യുടെ ചുറ്റുഗോവണി മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നിവർ. ജീനുകൾ കാണപ്പെടുന്നത് DNA-യിലാണ്. ജീനുകൾ കാണപ്പെടുന്നത് DNA-യിൽ. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ വില്യം ജോഹാൻസൺ. വില്യം ജോഹാൻസൺ ആണ് ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. DNA, RNA എന്നിവയുടെ അടിസ്ഥാന ഘടകം ന്യൂക്ലിയോടൈഡ്. DNA, RNA എന്നീ ന്യൂക്ലിക് ആസിഡുകളുടെ അടിസ്ഥാന ഘടകം ന്യൂക്ലിയോടൈഡ്. DNA-യിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ ഡിയോക്സി റൈബോസ്. ഡിയോക്സി റൈബോസ് ഷുഗറാണ്
DNA-യിൽ അടങ്ങിയിരിക്കുന്നത്. RNA-യിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ റൈബോസ്. റൈബോസ് ഷുഗർ RNA-യിൽ അടങ്ങിയിരിക്കുന്നു. DNA-യിൽ 4 തരം നൈട്രജൻ ബേസുകൾ അടങ്ങിയിരിക്കുന്നു. 4 തരം നൈട്രജൻ ബേസുകളാണ് DNA-യിൽ അടങ്ങിയിരിക്കുന്നത്. DNA-യിലെ നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. RNA-യിലെ നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. RNA-യിലാകുമ്പോൾ തൈമിന് പകരം യുറാസിൽ നൈട്രജൻ ബേസ് ചേരുന്നു. DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസാണ് തൈമിൻ. DNA-യിൽ ഉള്ള നൈട്രജൻ ബേസ് തൈമിൻ. RNA-യിൽ ഉള്ളതും DNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് യുറാസിൽ. RNA-യിൽ തൈമിന് പകരം കാണപ്പെടുന്ന നൈട്രജൻ ബേസാണ് യുറാസിൽ. DNA-യിൽ അഡിനിൻ എന്ന ബേസ് ജോഡി ചേരുന്നത് തൈമിനുമായിട്ടാണ്. DNA-യിൽ അഡിനിൻ എന്ന ബേസ് ജോഡി ചേരുന്നത് തൈമിനുമായി. DNA-യിൽ ഗ്വാനിൻ എന്ന ബേസ് ജോഡി ചേരുന്നത് സൈറ്റോസിനുമായിട്ടാണ്. ഗ്വാനിൻ എന്ന ബേസ് ജോഡി ചേരുന്നത് സൈറ്റോസിനുമായിട്ട്. ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും ചേർന്ന യൂണിറ്റ് ആണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിൽ ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, നൈട്രജൻ ബേസുകൾ എന്നിവ കാണപ്പെടുന്നു. നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രയാണ് നൈട്രജൻ ബേസ്. നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്ര നൈട്രജൻ ബേസ്. DNA-യിൽ 4 തരം ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടുന്നു. DNA-യിൽ 4 തരം ന്യൂക്ലിയോടൈഡുകളാണ് കാണപ്പെടുന്നത്. ചുറ്റുഗോവണി മാതൃക പ്രകാരം 2 ഇഴകൾ ചേർന്ന തന്മാത്രയാണ് DNA. DNA-യുടെ ആകൃതി ചുറ്റുഗോവണിയാണെന്ന് നമ്മൾ പഠിച്ചു. ചുറ്റുഗോവണി മാതൃക പ്രകാരം 2 ഇഴകൾ ചേർന്ന തന്മാത്രയാണ് DNA. DNA-യുടെ നെടിയ ഇഴകളിൽ കാണപ്പെടുന്നത് പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ. DNA-യുടെ നെടിയ ഇഴകളിൽ കാണപ്പെടുന്നത് പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ. DNA-യുടെ പടികളിൽ കാണപ്പെടുന്നത് നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസ് കാണപ്പെടുന്നത് DNA-യുടെ പടികളിലാണ്. ജനിതക എഞ്ചിനീയറിംഗ്. അഭിലഷണീയമായ തരത്തിൽ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യ. അഭിലഷണീയമായ തരത്തിൽ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ജനിതക എഞ്ചിനീയറിംഗിൽ ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതിനാൽ ഇതിനെ ജനിതക കത്രിക എന്നറിയപ്പെടുന്നു. ജനിതക എഞ്ചിനീയറിംഗിൽ ജീനുകളെ വിളക്കിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ലിഗേസ്. ലിഗേസ് ജീനുകളെ വിളക്കിച്ചേർക്കാൻ ഉപയോഗിക്കുന്നതിനാൽ ഇതിനെ ജനിതക പശ എന്നറിയപ്പെടുന്നു. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈമാണ് ലിഗേസ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് പോൾ ബെർഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് പോൾ ബെർഗ്. രോഗകാരികളായ ജീനുകളെ മാറ്റി പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനിതക രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്ന ചികിത്സാ രീതി അറിയപ്പെടുന്നത് ജീൻ തെറാപ്പി. രോഗം ബാധിച്ച ജീനുകളെ മാറ്റിയിട്ട് പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനിതക രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്ന ചികിത്സാ രീതി അറിയപ്പെടുന്നത് ജീൻ തെറാപ്പി. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുവാനുള്ള സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് ജീൻ മാപ്പിംഗ്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുവാനുള്ള സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ജനിതക വസ്തുവിനെ അതിൻ്റെ ജീനോം എന്ന് വിളിക്കുന്നു. മനുഷ്യൻ്റെ ജീനോം ഏകദേശം 30,000 ജീനുകൾ ഉൾപ്പെട്ടതാണ്.
മനുഷ്യൻ്റെ ജീനോം ഏകദേശം 30,000 ജീനുകൾ ഉൾപ്പെട്ടതാണ്. ജീനുകളിൽ പ്രവർത്തനക്ഷമമല്ലാത്തവ അറിയപ്പെടുന്നത് ജങ്ക് ജീനുകൾ. പ്രവർത്തനക്ഷമം അല്ലാത്ത ജീനുകൾ അറിയപ്പെടുന്നത് ജങ്ക് ജീനുകൾ. മനുഷ്യ ജീനോമിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താനായി 1990കളിൽ ആരംഭിച്ച പദ്ധതിയാണ് മനുഷ്യ ജീനോം പദ്ധതി. മനുഷ്യ ജീനോമിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താനായി ആരംഭിച്ച പദ്ധതി മനുഷ്യ ജീനോം പദ്ധതി. പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജെയിംസ് വാട്സൺ. മനുഷ്യ ജീനോം പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ജെയിംസ് വാട്സൺ. ജനിതകമാറ്റം വരുത്തിയ കാർഷിക വിളകൾ അറിയപ്പെടുന്നത് ബീറ്റി വിളകൾ. ജനിതകമാറ്റം വരുത്തിയ കാർഷിക വിളകൾ അറിയപ്പെടുന്നത് ബീറ്റി വിളകൾ. പിതൃത്വം തെളിയിക്കുന്നതിനുള്ള ടെസ്റ്റ് അറിയപ്പെടുന്നത് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് പിതൃത്വം തെളിയിക്കുന്നതിനുള്ള ടെസ്റ്റാണ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അലക് ജെഫ്രി. അലക് ജെഫ്രിയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത്. ഒരു ജീനിൻ്റെ തന്നെ വ്യത്യസ്ത തരങ്ങൾ അറിയപ്പെടുന്നത് അലീലുകൾ. ഒരു ജീനിൻ്റെ തന്നെ വ്യത്യസ്ത തരങ്ങൾ അലീലുകൾ എന്ന് അറിയപ്പെടുന്നു. ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ ആണ് സൂപ്പർബഗ്. സൂപ്പർബഗ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ ആണ്. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ സഹായത്തോടെ മനുഷ്യ ശരീരത്തിന് വെളിയിൽ വികസിപ്പിച്ചെടുത്ത ഇൻസുലിൻ ഹ്യൂമിലിൻ. ഹ്യൂമിലിൻ ജനിതക എഞ്ചിനീയറിംഗിൻ്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ഇൻസുലിനാണ്. ഹ്യൂമിലിൻ നിർമ്മിച്ച കമ്പനി എലി ലില്ലി. എലി ലില്ലി എന്ന കമ്പനിയാണ് ഹ്യൂമിലിൻ എന്ന ഇൻസുലിൻ നിർമ്മിച്ചത്. ക്ലോണിംഗ് ഒരേ ജനിതക സാമ്യമുള്ള കുഞ്ഞുങ്ങളെ നിർമ്മിക്കുന്ന രീതിയാണ് ക്ലോണിംഗ്. ഒരേ ജനിതക സാമ്യമുള്ള കുഞ്ഞുങ്ങളെ നിർമ്മിക്കുന്ന രീതി അറിയപ്പെടുന്നത് ക്ലോണിംഗ്. ക്ലോണിംഗ് എന്ന വാക്കിന് അർത്ഥം ചുള്ളിക്കമ്പ്. ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ട്. ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിൻ്റെ പിതാവ്. മനുഷ്യ ക്ലോണിങ്ങിൻ്റെ പിതാവ് റിച്ചാർഡ് സ്വീഡൻ. ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ട്. മനുഷ്യ ക്ലോണിങ്ങിൻ്റെ പിതാവ് റിച്ചാർഡ് സ്വീഡനും ആണ്. ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ആദ്യ ജീവി വാൽമാക്രിയാണ്. ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ആദ്യ ജീവി വാൽമാക്രി. ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ആദ്യ സസ്തനി ഡോളി എന്ന ചെമ്മരിയാട്. ഡോളിയെ സൃഷ്ടിച്ചത് 1996 സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഡോളിയെ ദയാവധത്തിന് ഇരയാക്കിയ വർഷം 2003. ക്ലോൺ ചെയ്യപ്പെട്ട ആദ്യ മനുഷ്യൻ ഈവ്. മനുഷ്യ ക്ലോൺ നിരോധിച്ച വർഷം 2005. ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ജീവികൾ: ആദ്യ ചെമ്മരിയാട് ഡോളി, ആദ്യ ആട് യുവാൻ യുവാൻ, ആദ്യ പട്ടി സ്നപ്പി, ആദ്യ പൂച്ച കാർബൺ കോപ്പി, ആദ്യ ചുണ്ടലി ഉമുലിന, വിജയകരമായി സൃഷ്ടിച്ച ആദ്യ എലി റാൽഫ്, ആദ്യ കുരങ്ങ് ടെട്ര, ആദ്യ പശു വിക്ടോറിയ, ആദ്യ കാട്ടുപോത്ത് നോവ, ആദ്യ എരുമ സംരൂപ, രണ്ടാമത്തേത് ഗരിമ, ആദ്യ കുതിര പ്രൊമിത്യു, ആദ്യ ഒട്ടകം ഇൻജാസ്, ആദ്യ മാൻ ഡ്യൂയി, ആദ്യ മത്സ്യം കാർപ്പ്, ആദ്യ മനുഷ്യൻ ഈവ്, ആദ്യ കോവർ കഴുത ഇഡാഹോജെ. ടെസ്റ്റ് ട്യൂബ് ശിശു. ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ. ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ജനനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാർ റോബർട്ട് എഡ്വേർഡ്സ്, പാട്രിക് സ്റ്റെപ്ടോയ്. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗ. ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ. ഇന്ത്യയിലേത് ബേബി ദുർഗ. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ നിർമ്മിച്ചത് ഡോക്ടർ സുഭാഷ് മുഖ്യോപാധ്യായ. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷ. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു കമല രത്നം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു കമല രത്നം.